കണ്ണൂർ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിൽ കൂടി LDFന് എതിരില്ലാത്ത ജയം. കോവുന്തല വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പ് വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. കണ്ണപുരം പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി പ്രേമ സുരേന്ദ്രന് എതിരില്ലാത്ത ജയം. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്നലെ കണ്ണൂരിൽ 6 വാർഡുകളിലാണ് LDFന് എതിരില്ലാതെ ജയിക്കാനായത്. ഇപ്പോൾ 2 വാർഡുകൾ കൂടി അല്ലേ? അക്ഷയ്, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോഴാണ് മലപ്പട്ടം പഞ്ചായത്തിലെ ഒരു വാർഡിൽ കൂടി ഇപ്പോൾ LDFന് എതിരില്ലാതെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ കോവുന്തല വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുകയാണ്. ഈ ഒപ്പ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോവുന്തല വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി MV ഷിഗിനയ്ക്ക് ഇപ്പോൾ മലപ്പട്ടം പഞ്ചായത്തിലെ ഈ കോവുന്തല വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ MV ഷിഗിനയ്ക്ക് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ല. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിനം പിന്നിട്ടപ്പോൾ ഈ UDFന് 2 സ്ഥലങ്ങളിൽ, UDFനോ BJPക്കോ 2 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇന്നലെ തന്നെ 2 സ്ഥലത്ത് മലപ്പട്ടത്ത് LDFന് എതിരുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഒരു UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കൂടി തള്ളിയതോടുകൂടി മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 3 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. അതോടൊപ്പം തന്നെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ കൂടി ഇപ്പോൾ LDFന് എതിരില്ലാതായിരിക്കുകയാണ്. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത്. അതോടുകൂടി LDFിലെ പ്രേമ സുരേന്ദ്രന് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികളില്ല. ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന സമയം കഴിഞ്ഞപ്പോൾ ഇന്നലെ 2 വാർഡുകളിൽ കണ്ണപുരം പഞ്ചായത്തിൽ LDFന് എതിരുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ UDFന്റെ പത്രിക കൂടി തള്ളിയതോടുകൂടി 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറുകുന്ന് പഞ്ചായത്തിൽ ഒരു UDFന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഡമ്മി സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കി മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ LDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇന്നലെയുമായിട്ടുള്ള ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലും ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും അതോടൊപ്പം തന്നെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലും അങ്ങനെ 8 സ്ഥലങ്ങളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾക്ക് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ല. ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പിൻവലിക്കാനുള്ള സമയവും കഴിഞ്ഞാൽ ഈ LDFന്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി ഈ തിരഞ്ഞെടുക്കപ്പെട്ടതായി, വിജയിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും LDF ക്യാമ്പിൽ ഇത് വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ ആത്മവിശ്വാസമാണ് LDFന് പകർന്നു നൽകുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ 8 വാർഡുകളിൽ കണ്ണൂർ ജില്ലയിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ UDF ക്യാമ്പിൽ വലിയ പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നു. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യം, കൂടാതെ വിമത സ്ഥാനാർത്ഥികൾ പല സ്ഥലങ്ങളിലും, ജില്ലാ പഞ്ചായത്തിലും കണ്ണൂർ കോർപ്പറേഷനിലും നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും എല്ലാം തന്നെ UDFന് വിമത പ്രശ്നവും വലിയ തലവേദന സൃഷ്ടിക്കുന്നു. ചില സ്ഥലങ്ങളിലാകട്ടെ ലീഗും കോൺഗ്രസും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമുണ്ട്. പ്രമുഖർ തന്നെയാണ് ഈ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ നടുവിൽ ഡിവിഷനിൽ DCC സെക്രട്ടറി തന്നെ വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കണ്ണൂർ ജില്ലയിൽ UDF കടന്നു പോകുന്നത്. അക്ഷയ്.